നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കൈകോർക്കാം ലഹരിക്കെതിരെ. എക്സൈസ് വകുപ്പും CCTVയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ കൈകോർക്കാം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പറപ്പുകാവ് ക്ഷേത്ര മൈതാനിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കും. ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും ലഘുനാടകവും അവതരിപ്പിക്കും. എക്സൈസ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ഭാരവാഹികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ ചേർന്ന പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനം. ഏപ്രിൽ 1 ഇതിനായി യോഗം ചേരും. വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതടക്കം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കും. മാതാപിതാക്കൾക്കുള്ള ബോധവൽക്കരണത്തിന് പ്രത്യേക ഊന്നൽ നൽകും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ കീഴിൽ ആരംഭിക്കേണ്ട സമയം ഇതിനകം അതിക്രമിച്ചുവെന്ന് കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരി മാഫിയെ നേരിടാനാകില്ല. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവരെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. കുന്നംകുളം പോലീസിലും എക്സൈസിലും അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷൻ പരിധി വളരെ വിശാലമായതിനാൽ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഓടിയെത്താൻ കഴിയാറില്ലെന്നും കൌൺസിലർമാർ പറഞ്ഞു. ചേരി നിർമ്മാർജ്ജനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട 9 കുടുംബങ്ങൾക്ക് 22 വർഷമായിട്ടും പട്ടയം ലഭിക്കാത്ത വിഷയം ലബീബ് ഹസൻ ഉന്നയിച്ചു. തദ്ദേശ വകുപ്പിൽ നിന്നും പുറപ്പെടുവിക്കേണ്ട വിജ്ഞാപനത്തിനായി നഗരസഭയ്ക്ക് അയച്ച കത്തിന് നൽകിയ മറുപടിയിൽ ഭൂമിയുടെ തരം തെറ്റായി രേഖപ്പെടുത്തിയതാണ് നടപടികൾ വീണ്ടും വൈകുന്നതിനിടയാക്കിയത്. വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പട്ടയ അസംബ്ലിയിൽ മറുപടി നൽകിയതാണെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൌൺസിലർമാരായ PK സുനിൽകുമാർ, ഷാജി ആലിക്കൽ, ബിജു C ബേബി, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ഗീത ശശി, റീജ സലീൽ, ബീന രവി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പോലീസ് പട്രോളിനിടെയാണ് വെള്ളറക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് നിന്ന് ജാബിറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കും. CCTVയും പ്രവർത്തന പരിപാടികളിൽ പങ്കാളികളാകും. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടി ഫൊറോന പള്ളി, എരുമപ്പെട്ടി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വായനശാല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രസ് ക്ലബ്, ആക്ട്സ്, ലയൺസ് ക്ലബ്, സ്കൂൾ PTA ഭാരവാഹികൾ, മതസംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30 കടങ്ങോട് റോഡ് സെന്ററിൽ നടക്കുന്ന പ്രവർത്തനോദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ നിർവഹിക്കും. ജാഗ്രതാ സമിതി ചെയർമാൻ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനാകും. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് മുഖ്യാതിഥിയാകും. ബഷീർ അഷ്റഫി, മുല്ലക്കൽ ക്ഷേത്രം ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, സതി മണികണ്ഠൻ, MK ജോസ്, റീന വർഗീസ്, സുധീഷ് പറമ്പിൽ, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ JS അശ്വിനി, വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, എരുമപ്പെട്ടി മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ്, ധന്വന്ത്രി ക്ഷേത്രം ദേവസ്വം ഓഫീസർ V മുരളീധരൻ, ഫൊറോന പള്ളി ട്രസ്റ്റി MV ഷാൻഡോ, ജാഗ്രതാ സമിതി കൺവീനർ MB ബാബു മാസ്റ്റർ എന്നിവരും വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. CCTV നേതൃത്വത്തിൽ ലഘുനാടകവും അരങ്ങേറും. സിറാജുൽ ഹുദ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സഹകരണത്തോടെ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആൽത്തറ മഹലിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ CP ജാബിർ നിർവഹിച്ചു. മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കല്ലം വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മഹല്ല ഖത്തീബ് ഷഫീഖ് അൻവരി മുഖ്യ സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ, മഹല്ല കമ്മിറ്റി ട്രഷറർ അബൂബക്കർ PK, മോനുട്ടി PP, അബ്ദുൾ MM, ഫത്താഹ് KA, ഷാബു KM,
ഷമീം, ഷാദുലി തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല സെക്രട്ടറി പി കെ നൌഷാദ് സ്വാഗതവും സിറാജുൽ ഹുദ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷൻ പ്രസിഡന്റ് മിറാഷ് നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. മേഖലയിലെ പള്ളികളിലെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. 27-ാം രാവിന്റെ പ്രാർത്ഥനകൾക്കൊടുവിൽ അവസാന വെള്ളിയിലേക്ക് പുലർന്നതോടെ തന്നെ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ കൊണ്ട് മസ്ജിദുകൾ നിറഞ്ഞിരുന്നു. വ്രതശുദ്ധിയിൽ ജുമാ നമസ്കരിച്ചവർ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നന്മ വരുത്തണമേ എന്ന സർവശക്തനോട് പ്രാർത്ഥിച്ചു. ഇനി 2-3 ദിവസം കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ ലഭിക്കും. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിലാകും ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഇതോടനുബന്ധിച്ച ഫിത്തർ സക്കാത്ത് വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് വിശ്വാസികൾ തുടങ്ങി. സംഘടിതമായും ഒറ്റയ്ക്കും സക്കാത്ത് വിതരണം നടത്തും. ശവ്വാൽ പിറ ദൃശ്യമാകുന്നത് മുതൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് വരെയാണ് ഫിത്തർ സക്കാത്ത് വിതരണ സമയം. വിശുദ്ധ മാസമായ റമളാനെ യാത്രയാക്കുന്ന അവസാന വെള്ളിയാഴ്ചയിൽ പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിയിലെ ഗുത്തുബ ശ്രവിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു. മസ്ജിദ് റഹ്മയിൽ നടന്ന റമദാനിലെ അവസാന ജുമാ ഗുത്തുബ പ്രഭാഷണത്തിനും നമസ്കാരത്തിനും മഹല്ല് ഖത്തീബും പണ്ഡിതനും പ്രഭാഷകനുമായ സലീം മമ്പാട് നേതൃത്വം നൽകി. സമയത്തിലും കാലത്തിലും അതിന്റെ ഘടനയിലുമൊക്കെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്, ആ ജീവിതത്തെ നീ എന്ത് ചെയ്തു? ആ നിസ്സാരമായ ജീവിതത്തിലെ സകലതും അള്ളാഹു പ്രദർശനത്തിന് വെച്ച് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പറയുന്നതാണ് നമുക്ക് പറയാം, അള്ളാഹു മറച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. അക്കിക്കാവ് മുതൽ പുതിയ പൈപ്പ് ഇടുന്ന ജോലികൾ തുടരുന്നതിനാൽ ആ ഭാഗത്തേക്കുള്ള പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ചില ഭാഗങ്ങളിലേക്ക് മാത്രമായി പമ്പിംഗ് തുടരുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് സൂചന. 6 നൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി റോഡ് നിർമ്മാണം നടക്കുമ്പോൾ പൈപ്പുകൾ മാറ്റുമെന്ന് പറയുന്നു. എന്നാൽ പാതിയോളം പണി പൂർത്തിയായ ഭാഗത്ത് ഇനി പൈപ്പിന് വേണ്ടി പൊളിക്കുക പ്രായോഗികമാണോ എന്നാണ് നാട്ടുകാരുടെ സംശയം. അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് KSTPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ പൈപ്പ് മാറ്റൽ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. മണത്തലയിൽ മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്ന അപകടം. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അകലാട് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അപകടം. കണ്ണൂർ സ്വദേശിക്ക് പരിക്കേറ്റു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിയിൽ വെച്ചാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കണ്ണൂർ സ്വദേശി സഫൂറാസ് വീട്ടിൽ 48 വയസ്സുള്ള ഹാഷിമിനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീർക്കുളം പഞ്ചായത്ത് കോൾകൃഷി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഉപ്പുങ്ങൽ വടക്കേപ്പടവിലിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, കൃഷി ഓഫീസർ തെരേസ അലക്സ്, കോൾ കൃഷി സംഘം സെക്രട്ടറി MD ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 75ഓളം ഹെക്ടർ പാടശേഖരങ്ങളിൽ ഉമ, ജ്യോതി, ചെന്താറ വിത്തുകളാണ് കൃഷി ഇറക്കിയത്. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നാടക ദിനാചരണവും ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് നാടക കലാകാരന്മാരുടെ സംഘടനയായ നാട്ടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് V വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. ഗീതം സംഗീതം കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, ജോയിന്റ് സെക്രട്ടറി CL ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മുതിർന്നവരുടെ വായനാ മത്സരത്തിൽ ജില്ലാതലത്തിൽ സമ്മാനാർഹനായ KK ജയപ്രകാശിനെ വായനശാല മുൻ സെക്രട്ടറി K രാമകൃഷ്ണൻ പൊന്നാടാണിയിച്ച് ആദരിച്ചു. നാടക കലാകാരന്മാരായ റോഷൻ കേശവൻ, പ്രസാദ് ലീല, ഷാജൻ മാറോക്കി എന്നിവർ അണിനിരുന്ന ലഘു നാടക അവതരണവും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. തുടർന്ന് P ജയചന്ദ്രന്റെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്ന ഗാനാഞ്ജലിയിൽ അരുൺ K നായർ, കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ദേവിക, അഭിരാമി തുടങ്ങിയവർ ഗാനാലാപനം നടത്തി. കാഴ്ച പരിമിതിക്കിടയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ പുന്നത്തൂർ നാട് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജിബി ജോസിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന
ചിറ്റാട്ടുകര സ്വദേശിനിയായ ജിബി ജന്മനാ ഉള്ള തന്റെ കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. മുൻ എം പി ടി.എൻ. പ്രതാപൻ, വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീകുമാർ, മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് പി.കെ. രാജൻ, DCC സെക്രട്ടറി സിജു പാവർട്ടി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ എന്നിവർ വസതിയിൽ നേരിട്ടെത്തി ജിബിയെ അനുമോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ സ്പീക്കർ VM സുധീരൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA-മാരായ PA മാധവൻ, അനിലക്കര എന്നിവർ ഫോണിൽ വിളിച്ചും ജിബിയെ അഭിനന്ദിച്ചു. പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാറന്നൂർ ചിറയിൽ വാഴാനിയിൽ നിന്നുള്ള വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത്. കൊടുംവേനൽ ആരംഭിക്കുന്ന മാർച്ച് മാസത്തിന്റെ ആരംഭത്തിൽ വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് മുൻവർഷങ്ങളിൽ നടന്നിരുന്നു. എന്നാൽ മാർച്ച് മാസത്തിന്റെ പകുതി പിന്നിട്ടിട്ടും പാറന്നൂർ ചിറയിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ആൻഡോ പോൾ കളക്ടർക്കും ജലസേചന വകുപ്പിനും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾക്ക് കിട്ടാക്കനിയായിരുന്ന വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിട്ടതെന്നും കേച്ചേരിയുടെ ഉത്സവമായ പറപ്പൂക്കാവ് പൂരത്തിനു മുൻപായി വെള്ളം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ എന്നിവർ പറഞ്ഞു. വർഷങ്ങളായി ഈ സമയങ്ങളിലൊന്നും ഈ വെള്ളം ഇവിടെ ലഭിക്കാറില്ല. ഇതിനുവേണ്ടി ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആൻഡോ പോൾ, പഞ്ചായത്ത് മെമ്പർമാരായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, സജിത് കുമാർ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അശോകൻ UA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും അതുപോലെ ജലസേചന വകുപ്പിനും നിവേദനം സമർപ്പിച്ചിരുന്നു. ആയതിൻ്റെ വെളിച്ചത്തിൽ അവരുടെയൊക്കെ താല്പര്യപ്രകാരം ഇന്ന് പാറന്നൂർ ചിറയിൽ വെള്ളമെത്തിയിരിക്കുകയാണ്. ഇതിനോടുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവരുടെ പ്രവൃത്തിയിൽ അഗൈതവമായ നന്ദിയും ഞങ്ങളിവിടെ അർപ്പിക്കുകയാണ്. വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ, ഓവർസിയർമാരായ കൃഷ്ണ, ചൈതന്യ, വിവേക്, വർക്കർ സണ്ണി, സജിത് എന്നിവരുടെ രാപ്പകൽ ഭേദമില്ലാത്ത അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് പാറന്നൂർ ചിറയിൽ വെള്ളമെത്തിക്കാനായത്. വെള്ളമെത്തിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥരെ കോൺഗ്രസിന്റെ നേതാക്കളും ജനപ്രതിനിധികളും അഭിനന്ദിച്ചു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വത്തിൽ നടത്തിയ സൗഹൃദ സംഗമവും നോമ്പുതുറയും വ്രതവിശുദ്ധിയുടെ സ്നേഹസംഗമമായി. കുറ്റ്നാട് കേന്ദ്ര ജുമാ മസ്ജിദ് ഖത്തീബ് CV ഷിയാസ് അലി വാഫി ഉദ്ഘാടനം ചെയ്തു. സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KPCC നിർവഹണ സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, റഹ്മാൻ കണിച്ചിറക്കൽ, KC കുഞ്ഞൻ, സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, കോർഡിനേറ്റർ TA രണദീവ എന്നിവർ സംസാരിച്ചു. റംസാൻ പെരുന്നാളിന്റെ ഭാഗമായി സഹയാത്രാ സഹോദരങ്ങൾക്ക് ഭക്ഷ്യവസ്ത്ര കിറ്റുകൾ നൽകി. നൂറുകണക്കിന് ആളുകൾ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു. കൃഷി രാധാകൃഷ്ണനെ ഒരു തൊഴിലല്ല, മറിച്ച് മനസ്സിന് സംതൃപ്തി പകരുന്ന ജീവിതചര്യയാണ്. ജൈവ പച്ചക്കറി വിളയിച്ച് നൽകുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് തന്റെ അധ്വാനത്തിന്റെ ലാഭമെന്ന് തോന്നല്ലൂർ വിളക്കേത്തല വീട്ടിൽ രാധാകൃഷ്ണൻ പറയുന്നു. നല്ല രുചിയുള്ള നാടൻ പച്ചക്കറി വേണമെങ്കിൽ രാധാകൃഷ്ണേട്ടൻ്റെ തോട്ടത്തിലേക്ക് പോന്നോളൂ. 1/2 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളഞ്ഞു കിടക്കുന്നത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തുള്ള 1/2 ഏക്കർ പാടശേഖരത്തിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറി തോട്ടം. കടുത്ത വേനലിലും പച്ചത്തുരുത്തു പോലെയുള്ള കൃഷിയിടത്തിൽ മത്തനും കുമ്പളവും വെള്ളരിയും കുക്കുംബറും തണ്ണിമത്തനും വെണ്ടയും പയറും ചീരയുമെല്ലാം വിളഞ്ഞു കിടക്കുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഈ കൃഷി, പച്ചക്കറി, നെല്ല്, ഒരു കൂലി നെല്ല് പണി, നെല്ല് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പച്ചക്കറിയുടെ പണികൾ തുടങ്ങും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത ഇത് കഴിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കൊടുക്കാൻ തികയില്ലെന്ന് മാത്രം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലെല്ലാം ഉണ്ട്. നല്ല സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, കാലത്ത് ഒരു 2-3 മണിക്കൂർ അതുപോലെ വൈകിട്ട് വന്നിട്ടും ഇവിടെ ചിലവഴിക്കാൻ പറ്റുമ്പോൾ അതൊരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. നമുക്ക് ശരീരത്തിനും എല്ലാ മനസ്സിനും ഒക്കെ ഒരു കുളിർമ തരുന്ന കാര്യം. ബസ് കണ്ടക്ടറായിരുന്ന രാധാകൃഷ്ണൻ കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് പ്രവേശിച്ചത്. സുഹൃത്ത് വേണുമാഷാണ് ഇതിന് പ്രചോദനം നൽകിയത്. പിന്നീട് കൃഷി പരിപാലനം ദിനചര്യയുടെ ഭാഗമായി മാറി. 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട്.
വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ നേരം തോട്ടത്തിൽ ചെലവഴിക്കും. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലെ ഉപയോഗത്തിനെടുക്കുകയും ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ നമ്മുടെ വീടുകളിലും തൊടികളിലും ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭാ ബജറ്റിനെതിരെ BJP ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ പ്രതിഷേധാഗ്നി തെളിയിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി TV വാസുദേവൻ സ്വാഗതവും സുജയൻ മാമ്പുള്ളി നന്ദിയും പറഞ്ഞു. കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, മനീഷ് കുളങ്ങര, KC വേണുഗോപാൽ, ജിഷാദ് ശിവൻ, പ്രസന്നൻ വലിയ പറമ്പിൽ, ദീപ ബാബു, ജിതിൻ കാവീട്, ദീപക് തിരുവെങ്കിടം, മനോജ് പുന്നുംപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് മാത്രമാണ്. ഗുരുവായൂർ നഗരസഭ നടത്തിയ ഒരു പദ്ധതി പറയാൻ നട്ടലുണ്ടെങ്കിൽ നഗരസഭാ ചെയർമാനെ ഞങ്ങൾ വെല്ലുവിളിക്കുക. BJPയുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കോടികളുടെ പദ്ധതികളുടെ തണലിലാണ് ഗുരുവായൂർ നഗരസഭ നിലകൊള്ളുന്നത്. താലശ്ശേരി പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടത്തി. പഞ്ചായത്ത് സിവിൽ സ്റ്റേഷൻ മൈതാനിൽ നിന്നും ആരംഭിച്ച റാലി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നിഷ അജിത് കുമാർ, ആനി വിനു, അസിസ്റ്റന്റ് സെക്രട്ടറി A രാജേഷ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ P മഞ്ജുഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ R ഉദയകുമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക വായനശാല പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷവും രാമനവമിയും ഏപ്രിൽ 3 മുതൽ 6 വരെ ആചാരാനുഷ്ഠാനങ്ങളുടെയും വിവിധ കലാപരിപാടികളുടെയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 3 വൈകിട്ട് 5 മണി മുതൽ 6 തീയതി രാവിലെ 9:30 വരെ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധി ചടങ്ങുകളും ഹോമങ്ങളും നടക്കും. പ്രതിഷ്ഠാ ദിവസമായ 5 തീയതി രാവിലെ 5:30 നട തുറന്ന് വിവിധ വിശേഷാൽ പൂജകൾക്കും നിവേദ്യങ്ങൾക്കും ശേഷം രാവിലെ 8:30 ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ശ്രീഭൂതബലിക്ക് ശേഷം ക്ഷേത്രം കിഴക്കേ ഗോപുരനടയിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് കമനി S വർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും നടക്കും. ഏപ്രിൽ 3 വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ക്ഷേത്രം കിഴക്കേ ഗോപുര നടപ്പുര സമർപ്പണം തന്ത്രി ബ്രഹ്മശ്രീ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി നിർവഹിക്കും. തുടർന്ന് 6:30 മുതൽ വിവിധ നൃത്യങ്ങളും അരങ്ങേറും. 4 തീയതി വൈകിട്ട് 6:30 മുതൽ ഭക്തി പ്രഭാഷണം, തുടർന്ന് നൃത്തോത്സവവും നടക്കും. രാമനവമി പ്രമാണിച്ച് 6 തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 5 മണി വരെ സംഗീതോത്സവം, വൈകിട്ട് 5:15 കക്കാട് വാദ്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, 6:30 മുതൽ നൃത്തോത്സവവും അരങ്ങേറും. മാർച്ച് 30 വൈകിട്ട് 6 മണിക്ക് വടക്കുംപാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടക്കുമെന്ന് ട്രസ്റ്റി CA ശശിധര രാജ, പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കണിശ്ശേരി, ട്രസ്റ്റിമാരായ ആനന്ദൻ, ജയനാരായണൻ, സന്തോഷ് തുടങ്ങിയവർ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം നൽകിയത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, ബീന രവി, SC വികസന ഓഫീസർ MN ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് പുന്ന GMLP സ്കൂളിലെ വർണ്ണ കൂടാരത്തിന്റെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു.
പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനും കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ തൊട്ടുണർത്തുവാനും സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും 1.6 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബോയ്സ് ടോയ്ലറ്റിന്റെയും ഉദ്ഘാടനം ഗുരുവായൂർ നിയോജകമണ്ഡലം MLA NK അക്ബർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ചാവക്കാട് BRC BPC MT സംഗീത പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ റഷീദ്, കൌൺസിലർമാരായ RM ഉമ്മർ, ഷാഹിദ മുഹമ്മദ്, ചാവക്കാട് BRC ട്രെയിനർ TS അജിത, OSA പ്രതിനിധി KR മോഹനൻ, സ്റ്റാഫ് സെക്രട്ടറി KS ഗ്ലാഡി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PJ ഷീജ സ്വാഗതവും പ്രീ പ്രൈമറി അധ്യാപിക സിജി ജോസ് നന്ദിയും പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷത്തോടെയും അഭിരുചിക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തനങ്ങൾക്കിടങ്ങൾ ഒരുക്കുക എന്നതാണ് വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി സ്കൂൾ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വയറെറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പേരിൽ DYFI ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ 16ാം ഘട്ടത്തിൽ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതിച്ചോറ് വിതരണവും രക്തദാനവും നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV സന്തോഷ് നിർവഹിച്ചു. DYFI കണ്ടാണശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. മേഖലാ ട്രഷറർ റനീഷ് രാഗേഷ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, TK സുവീഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അംഗങ്ങൾ, പ്രവർത്തകർ തുടങ്ങിയവർ മേഖലയിൽ വിവിധ യൂണിറ്റുകളിലായി ശേഖരിച്ച 4140 പൊതിച്ചോറുകളാണ് വിതരണം ചെയ്തത്. മേഖലാ പരിധിയിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെ 25 പേർ രക്തദാനവും നടത്തി. മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പയുടെ വിതരണോദ്ഘാടനം നടന്നു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. മുൻ ചെയർമാൻ MR രാധാകൃഷ്ണൻ, ഡയറക്ടർമാരായ AS ശിവദാസൻ, KS നാരായണൻ, VV വിബീഷ്, വസന്ത വേണു, പ്രസന്ന വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. CB വിശ്വനാഥൻ സ്വാഗതവും സംഘം സെക്രട്ടറി സനില സുധീരൻ നന്ദിയും പറഞ്ഞു. റമദാൻ മാസത്തിലെ പവിത്രമായ 27 രാവിൽ ബ്ലാങ്ങാട് മഹല്ലും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഗ്രാൻഡ് ഇഫ്താർ കുടുംബ സംഗമം നടത്തി. 21 വർഷം തുടർച്ചയായി നടത്തിവരുന്ന സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 1000-ലേറെ പേർ പങ്കാളികളായി. വനിതാ ക്ലാസിൽ സൈക്കോളജിസ്റ്റ് റഷീദ ഷിഹാബ് കുടുംബ സംസ്കരണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസാരിച്ചു. SSF SYS മന്ദലാംകുന്ന് യൂണിറ്റുകൾ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. മന്ദലാംകുന്ന് മഹലിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. KMJ യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ തണ്ണിത്തുറക്കൽ പ്രാർത്ഥന നടത്തി. ഖത്തർ ICF മെമ്പർ കാസിം കരിയാടൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗഫൂർ കിഴക്കൂട്ട്, ഷമീർ കൊന്നമാക്കൽ, ഷുക്കൂർ കരിയാടൻ, നിയാസ് കൂളിയാട്ട്, സുൽത്താൻ മന്ദലാംകുന്ന്, ഷാഹിദ് ഫയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യ സേവന രംഗത്ത് ചുവടുറപ്പിക്കാൻ സജ്ജമായി സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം ആസ്ഥാനമായി ആരംഭിക്കുന്ന സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കുരിശുപള്ളി റോഡിലെ ഓഫീസിൽ രാവിലെ 8:30 ചേരുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം TO ജോയ്, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജീസൻ ചൂണ്ടൽ, ട്രസ്റ്റ് സെക്രട്ടറി സാബു ജേക്കബ്, ട്രഷറർ KL ജോൺസൺ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. തലക്കോടുകര OIT പബ്ലിക് സ്കൂളിലെ 2024-2025 വർഷത്തെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രൊഫസർ CM ബിജു മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സുമ അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി നാരായണൻ മുല്ലപ്പള്ളി, ഫാക്കൽറ്റി ഡയറക്ടർ അനു നായർ എന്നിവർ സംസാരിച്ചു. ആഷ്മി സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിന്റെ പുതിയ KG ബ്ലോക്കിന്റെ 1ാം നില നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം വികാരി ഫാദർ ജോൺ ഐസക് കെട്ടിടത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ K ശീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഹെഡ്മാസ്റ്റർ G ജോർജ്, കോൺട്രാക്ടർ VV രാജൻ, ലിനു രാജൻ എന്നിവർ സംബന്ധിച്ചു. പെരുമ്പല അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ
ക്യാമ്പസിൽ ഇഫ്താർ വിരുന്നൊരുക്കി. ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി ആർ ഫൈസൽ ഇഫ്താർ സന്ദേശം നൽകി. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ EM ഫിറോസ്, COO ഷഹീദ് PA, MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മുജീബ്, അബ്ദുൾ അസീസ്, നദീറ, ജസ്ന, ആഷിഫ, ഫാത്തിമ, ബുഷറ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8340 രൂപ, സ്വർണം പവന് 66,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ. ചർമ്മം ചാലിശ്ശേരി സ്വദേശി മദീനയിൽ നിര്യാതനായി. ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് പാളിക്കാട്ടിൽ പരേതനായ സെയ്താലി ഹാജിയുടെ മകൻ 65 വയസ്സുള്ള ഹമീദാണ് ഉംറ നിർവഹിച്ച ശേഷം പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മദീനയിൽ മരിച്ചത്. ഖബറടക്കം മദീനയിൽ തന്നെ നടന്നു. പരേതയായ ഫാത്തിമയാണ് ഭാര്യ. ഷിജില, ഷിബിന, ജസീല, ഷിഹാബ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.